നമ്മളിന്ന് മട്ടൻ കറിയാണ്. ഇന്നത്തെ ഈ വീക്കെൻഡിലുള്ള മട്ടൻ കറി സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഉള്ള സാധനം ഇങ്ങനെ ഒരുക്കി വെക്കുന്നു. മസാല ഉണ്ട്. നല്ല വെളിച്ചെണ്ണ ചൂടാക്കി ഇതിൽ മസാല ഒന്ന് വഴറ്റിയെടുക്കും. ആദ്യം മട്ടൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ല ഐസ് പിടിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇതൊന്ന് പോയി കിട്ടണം, ഐസൊന്ന് പോയി കിട്ടണം. നല്ല വെളിച്ചെണ്ണയിൽ മല്ലിപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഒരു നുള്ളേ കൊണ്ടു. ശക്കലം മുളക് പൊടി ഒരു പേരിന് മാത്രം കേട്ടോ. എല്ലാം കൂടി നമ്മളിങ്ങനെ വഴറ്റി വെളിച്ചെണ്ണ കഴിക്കണേ, അതിനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി കൂടെ മുറിച്ച് കിട്ടണം. എരിവുള്ള പിന്നെ അത് ഉള്ളി കൊണ്ടുപോയിട്ട് കറുമറ തക്കാളി വാങ്ങി കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഞാനുണ്ടല്ലോ, ആ മസാലയിലൊന്ന് വെന്ത് വരുമ്പോഴേക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് കൂടും. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിൽ വറുത്ത മസാല ഉണ്ടല്ലോ, മസാലപ്പൊടി അതാ ഇതിലേക്ക് തട്ടി എല്ലിനെ ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ചേർത്തെടുത്ത് കൊണ്ടുവന്ന് ഒന്നൊന്ന് ചൂടാകുന്ന വരെ നിൽക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ മട്ടൻ പീസ് അതിലേക്കൊന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞ് ഒരു 3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ആരിസിൻ്റെ മലബാർ മട്ടൻ ബിരിയാണി അല്ല മട്ടൻ കറി നോക്കട്ടെ എങ്ങനെയുണ്ട്. സൂപ്പർ മലബാർ മട്ടൻ കറി സൂപ്പർ. കുറച്ച് മതിച്ചപ്പോടെ ആ സാലിനെ കണ്ടാൽ മതിയല്ലോ. ആ സാലിനെ ഇങ്ങനെ ആ ഗ്രേവി ഒക്കെ കൂട്ടാനും ഇത്തിരി മണം കൂട്ടാനും ഇതാ മല്ലിച്ചപ്പം കൂടി അതിലൊന്ന് വിതറി കൊടുത്താൽ സംഭവം സൂപ്പർ. മല്ലിച്ചപ്പം കൂടി അതിൽ ഇട്ടപ്പോൾ മോഞ്ച് കൂടി 2 മിനിറ്റ് ദമ്മിലൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം.